ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29-ലും 30-ലുമായിട്ടാണ്. എന്തെല്ലാമാണ് അവകാശങ്ങളെന്ന് നോക്കാം. ആർട്ടിക്കിൾ 29, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 സംസാരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ് ആണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഫർദർ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ എയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഒരു വ്യക്തിയെയും റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് തുടങ്ങിയ ഒന്നിൻ്റെ ബേസിസിൽ അഡ്മിഷനുകൾ ഡിനേ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ട് പ്രൊവിഷനുകളിൽ ആദ്യത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ അവകാശങ്ങളെയാണ്. എന്നാൽ രണ്ടാമത്തെ പ്രൊവിഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു സിറ്റിസണിൻ്റെ അവകാശങ്ങളെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എന്ന നിലയിലുള്ള അവകാശങ്ങൾ, അവിടെ അദ്ദേഹം ഏത് കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതിന് രണ്ടാമത്തതിൽ പ്രസക്തിയില്ല. ഈ ആർട്ടിക്കിൾ 29 മൈനോറിറ്റീസ് എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ഭാഷാ ന്യൂനപക്ഷങ്ങളെ കൂടെ ചേർത്തിട്ടാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഉൾപ്പെടുന്ന പൗരന്മാരുടെ ഒരു സെക്ഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ 29 വ്യാപ്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി പരിമിതിപ്പെടുത്തുന്നത് അല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി ചേർത്ത് വെക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയുടെ സംരക്ഷിക്കുവാനായിട്ടുള്ള അവകാശത്തിനായിട്ട് അജിറ്റേഷനുകൾ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഭാഷ സംരക്ഷിക്കുന്നതിനായിട്ട് ചെയ്യാമെന്നുകൂടി ആർട്ടിക്കിൾ 29 പറഞ്ഞു വെക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അജിറ്റേഷൻസുകളൊക്കെ ആകാമെന്നുള്ളതും സുപ്രീം കോടതി പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭാഷ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു സെക്ഷൻ ഓഫ് സിറ്റിസൺസ് നടത്തുന്ന പൊളിറ്റിക്കൽ സ്പീച്ചുകളും പ്രോമിസുകളും ഒന്നും തന്നെ കറപ്ഷന് കീഴിൽ വരില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 പറയുന്നത്, അതിൽ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എക്സ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അധികാരമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ആർട്ടിക്കിൾ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഭാഷാപരമായിട്ടുള്ളതും റിലീജിയസ് മതപരമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനകത്ത് മൈനോറിറ്റി എന്ന് പറയുന്നത്. അവിടെ ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസും ഉണ്ട്, റിലീജിയൻ മതപരമായിട്ടുള്ള മൈനോറിറ്റീസും ഉണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണെന്നാൽ എല്ലാ മൈനോറിറ്റീസിനും അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അധികാരമുണ്ടെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്, ഇപ്പോൾ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവരുടെ പ്രോപ്പർട്ടി അക്യൂർ ചെയ്യേണ്ടവരാണ്. അങ്ങനെ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു അക്യൂസിഷൻ വരുന്ന സമയത്ത് കോമ്പൻസേഷൻ എന്ന നിലയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റ് അവകാശങ്ങളെ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യുവാനോ അബ്രഗേറ്റ് ചെയ്യുവാനോ സാധിക്കുകയില്ല എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഭരണഘടനയിൽ ആഡ് ചെയ്യുന്നത് 1978 44 ഭേദഗതി പ്രകാരമാണ്. അതായത് ഇപ്പോൾ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ ഒത്തിരിയധികം പ്രോപ്പർട്ടികളാണ്. ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗമായിട്ട് ആ പ്രോപ്പർട്ടി അക്വയർ ചെയ്യേണ്ട സമയത്ത് ഒരു കോമ്പൻസേഷൻ ഇവർക്ക് നൽകേണ്ട വരും. അപ്പോൾ ആ കോമ്പൻസേഷൻ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബാക്കിയുള്ള റൈറ്റുകളെ ഒന്നും അബ്രഗേറ്റ് ചെയ്യുവാനോ റെസ്ട്രിക്റ്റ് ചെയ്യുവാനോ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് അടുത്ത റൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ഗ്രാൻഡ് അല്ലെങ്കിൽ എയ്ഡ് നൽകുവാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എന്തെങ്കിലും ഗ്രാൻഡ് അല്ലെങ്കിൽ എയ്ഡ് നൽകുന്ന സമയത്ത് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒന്നിൻ്റെയും പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗ്രാൻഡ് നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ എയ്ഡ് നൽകുന്ന സമയത്ത്
ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അവരോടൊരു വിവേചനം കാണിക്കുവാൻ വേണ്ടി പാടില്ല എന്നാണ് അടുത്ത അവകാശമായിട്ട് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ അല്ല കേട്ടോ, അടുത്ത റൈറ്റ് അല്ലെങ്കിൽ അടുത്ത അവകാശമായിട്ട് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 30 പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് റിലീജിയസും ലിംഗ്വിസ്റ്റിക്കുമായിട്ടുള്ള മൈനോറിറ്റീസിന് മാത്രമായിരിക്കും. മറ്റ് സിറ്റിസൺസിനോ സെക്ഷൻസിനോ ഒന്നും ഇത് എക്സ്റ്റെൻഡ് ആകുന്നതായിരിക്കത്തില്ല. ഹൗവർ ഈ മൈനോറിറ്റി എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ എന്തെന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 30 പ്രകാരമുള്ള അവകാശങ്ങളിൽ ഇത്തരത്തിൽ മൈനോറിറ്റിയിലുള്ള കുട്ടികൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതും പിന്നീട് സ്റ്റേറ്റിൻ്റെ എയ്ഡ് ലഭിക്കുന്നതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ സ്റ്റേറ്റിൻ്റെ എയ്ഡ് ലഭിക്കുന്നുണ്ടായിരിക്കത്തില്ല. മൂന്നാമത്തെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ റെക്കഗ്നീഷൻ ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ എയ്ഡും ലഭിക്കത്തില്ല. സ്റ്റേറ്റിൻ്റെ റെക്കഗ്നീഷനും ഇല്ല, സ്റ്റേറ്റിൻ്റെ എയ്ഡും ലഭിക്കത്തില്ല മൂന്നാമത്തതിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞ 1ലും 2ലും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അപ്പം ഈ 1ലും 2ലും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സ്റ്റേറ്റിൻ്റെ കുറച്ച് റെഗുലേഷൻസിന് വിധേയമായിരിക്കും. ഇപ്പോൾ എന്താ പറയണേ, സിലബസ്, അക്കാഡമിക് സ്റ്റാൻഡേർഡ്, ഡിസിപ്ലിൻ, ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെയുള്ള കുറച്ച് റെഗുലേഷൻസ് സ്റ്റേറ്റിന് ഇമ്പോസ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ മൂന്നാമത്തതിൽ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഒന്നും സ്റ്റേറ്റ് കൊണ്ടുവരാറില്ല. അതായത് സ്റ്റേറ്റിൻ്റെ റെക്കഗ്നീഷനും സ്റ്റേറ്റിൻ്റെ എയ്ഡും രണ്ടിൽ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരിക്കുന്നതുമല്ല. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. 2007 സെക്രട്ടറി ഓഫ് മലങ്കര സിറിയൻ കത്തോലിക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കേസാണിത്. ഇതിൽ സുപ്രീം കോടതി ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിനിസ്ട്രേഷനും എക്സ്റ്റാബ്ലിഷുമായി ബന്ധപ്പെട്ട് ചില ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുവാനും നടത്തിക്കൊണ്ട് പോകാനുമുള്ള അവകാശം ഉണ്ട് എന്ന്. അങ്ങനെ പറയുന്നതിൽ എന്തൊക്കെയുള്ള അവകാശങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്? ഒന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ നടത്തുവാനും കൈകാര്യം ചെയ്യുവാനും ഒക്കെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടേഴ്സിന് വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന് സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫുകൾ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തുന്ന സമയത്ത് അവർക്കെതിരെയുള്ള ആക്ഷൻ എടുക്കാനുള്ള അവകാശവും ഇവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ ചോയ്സ് അനുസരിച്ച് അഡ്മിറ്റ് ചെയ്യുവാനും റീസണബിൾ ആയിട്ടുള്ള ഫീസ് സെറ്റ് ചെയ്യാനുള്ള അവകാശം ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ അവകാശം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോപ്പർട്ടിയും സ്വത്തുക്കളുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 30 കീഴിൽ കൊടുത്തിട്ടുള്ള റൈറ്റുകൾ എന്ന് പറയുന്നത് മെജോറിറ്റിയുമായിട്ട് ഇക്വാലിറ്റി മൈനോറിറ്റീസിനെ എൻഷുർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെക്കാളും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പൊസിഷൻ ലഭിക്കുവാനായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ മൈനോറിറ്റീസിനെ ഫേവർ ചെയ്തുകൊണ്ട് ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷനും ഇവിടെ കാണുവാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന റൈറ്റുകളൊന്നും തന്നെ ആബ്സല്യൂട്ട് അല്ല, അതായത് ഒരു ദുർഭരണം നടത്തുവാനുള്ള അവകാശം ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് മേലെ ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആർട്ടിക്കിൾ 29, 30 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ നമുക്ക് കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞ് നമുക്ക് റിട്ടുകൾ പഠിക്കാം. ഓക്കെ.